ഏതാണ്ട് 10-30 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ CM മടവൂർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുസ്ലിം കോഴിക്കോട് ജില്ലക്കാരനായിരുന്നു. അയാളുടെ പേരിൽ വലിയ ദർഗ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുണ്ട്. 2 സ്ഥാപനങ്ങൾ, 2 അടുത്തടുത്ത് ഇരു സമസ്തകൾ. അവിടേക്ക് വരുന്ന ജനങ്ങളുടെ പണം പോക്കറ്റിലാക്കാൻ വേണ്ടി അടുത്തടുത്ത് 2 കേന്ദ്രങ്ങൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ദർഗ ഒരു കൂട്ടരുടെ കയ്യിലാണ്, CMന്റെ പേരിലുള്ള സെന്റർ വേറൊരു കൂട്ടരുടെ കയ്യിലാണ്. ഈ മുസ്ലിയാർ ആരായിരുന്നു? ഈ ആളുകൾ തന്നെ എഴുതി വെച്ച പുസ്തകങ്ങളിൽ കാണാം, ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് നിസ്കരിക്കാറില്ലായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു, നോമ്പെടുത്ത ആളുകളെ മുറിപ്പിക്കുമായിരുന്നു. ഹോട്ടലിൽ കയറിയാൽ ഭക്ഷണം കഴിച്ച് എന്നിട്ട് പണം കൊടുക്കാതെ പോയി കളയുമായിരുന്നു. സ്വർണത്തിന്റെ ചെയിൻ ധരിച്ചിരുന്നു. പുരുഷന്മാർക്ക് അത് ധരിക്കാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങൾക്ക് ആർക്കാണ് അറിയാത്തത്? ഇങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചുപോയ ഒരാൾ മരണപ്പെട്ടപ്പോൾ അയാളെ കുറിച്ച് മുസ്ലിയാക്കന്മാർ ഇപ്പോൾ പ്രസംഗിക്കുകയാണ്, മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് അയാളാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേർബുദ്ധിയില്ലായിരുന്നു എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് അയാളുടെ കഥ ഈ ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത്. ബുദ്ധിയില്ലായിരുന്നു, ഭ്രാന്തനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വിശ്വസിക്കാവുന്ന കൂടുതൽ ഗൗരവം കുറഞ്ഞൊരു കാര്യം. അതല്ല എങ്കിൽ ബുദ്ധി ഉണ്ടായിരുന്നു, ഭ്രാന്തനല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി നിസ്കരിക്കാതിരുന്ന, കരുതിക്കൂട്ടിയ ആളുകളെ, നോമ്പെടുത്ത ആളുകൾ, നോമ്പ് മുറിപ്പിച്ച ആളാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെയും ഇസ്ലാമിന്റെയും ശത്രുവാണ്. ആർക്കാണ് സംശയം? എന്റെ സുഹൃത്തുക്കളെ, ഇത് എന്റെ വകയായി പറയുന്നതല്ല. CM മടവൂറിന്റെ പേരിൽ അയാളുടെ കറാമത്തുകൾ പ്രചരിപ്പിക്കാൻ പുസ്തകങ്ങളും ഇന്ന് ആധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി അയാളുടെ കാഫിലയാണത്രേ, അയാളുടെ സംഘമാണെന്ന് പറഞ്ഞ് ദിനേന എന്നോണം മൂപ്പരുടെ കറാമത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിയാക്കന്മാരെ പ്രസംഗിച്ച് നടക്കുകയാണ്, മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നയാളാണ് എന്ന്. ലോകം നിയന്ത്രിക്കുന്നയാളാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ചല്ലാതെ ഒരു പടപ്പിനെ കുറിച്ച് അബൂജഹൽ പോലും പറഞ്ഞിട്ടില്ല. അബൂജഹൽ പറയാത്ത കൊടിയ ശിർക്കിന്റെ കുഫറിന്റെ വാദം ആളുകൾ പ്രചരിപ്പിക്കുകയാണ്.